തീപിടുത്തത്തിന് ശേഷം അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി കെട്ടിടം ഇപ്പോഴും പ്രവർത്തന സജ്ജമായില്ല. താത്കാലികമായി ഒരുക്കിയ കാഷ്വാലിറ്റിയിലെ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. 3 ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയ കാഷ്വാലിറ്റി വിഭാഗമാണ് 2 മാസമായി അടഞ്ഞുകിടക്കുന്നത്. മലബാറിലെ 5 ജില്ലകളിൽ നിന്നായി പ്രതിദിനം 1000-ഓളം പേർ എത്തുന്ന മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗം നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥ. തിക്കും തിരക്കും കൊണ്ട് ശ്വാസം മുട്ടുന്ന ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും. നേരത്തെ ഈ അത്യാഹിത വിഭാഗം PMSSY കെട്ടിടത്തിലേക്ക് മാറ്റിയെങ്കിലും തീപിടുത്തമുണ്ടായതോടെ വീണ്ടും തിരികെ തന്നെ സജ്ജീകരിക്കേണ്ടതായി വന്നു. താൽക്കാലികമായി ഒരുക്കിയ കാഷ്വാലിറ്റിയിൽ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. പഴയത് അവര് നന്നാക്കാത്തതിന്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇവിടെ കാരണം ഒരു നിലപാടൊന്നും സ്വീകരിക്കില്ല ആരോഗ്യവകുപ്പിൽ. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചെയ്താൽ അത്രയും ജനങ്ങൾക്ക് നന്മതാകും. മെയ് 2-നുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പരിശോധന നടത്തിയ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധനാ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറിയിരുന്നു. കെട്ടിടത്തിലെ മുഴുവൻ ബ്ലോക്കിലെയും വയറിങ്ങുകൾ പരിശോധിക്കുകയും ആവശ്യമുള്ളവ റിപ്പയർ ചെയ്ത് ശരിയാക്കുകയും വേണം. പണി പൂർത്തിയായാൽ വീണ്ടും ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധന നടത്തണം. ഫയർ ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഇനിയൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കെട്ടിടത്തിന് വീണ്ടും NOC ലഭിക്കുകയുള്ളൂ. 195 കോടി രൂപയിൽ PMSSY വഴി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ HLL-H എന്ന ഏജൻസി തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. എന്നാൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. തീപിടുത്തം നടന്ന 3 ദിവസത്തിനകം കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ നാളിതുവരെയായിട്ടും കാഷ്വാലിറ്റി പൂട്ടി തന്നെ കിടക്കുകയാണ്. താൽക്കാലികമായി ഒരുക്കിയ കാഷ്വാലിറ്റിയിലെ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി കഴിയുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. ഈ പ്രതിസന്ധി എന്ന് തീരുമെന്നാണ് ഇവരുടെ ചോദ്യം. ദിലിഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.